ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷനാണ് നോക്കാൻ പോകുന്നത്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 10 വരെ നടന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, കോവിനെറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ WHO. WHO എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. സോ എന്താണ് കോവിനെറ്റ് എന്ന് പറയുന്നത്? എമേർജിംഗ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ ലബോറട്ടറിയാണ് കോവിനെറ്റ് എന്ന് പറയുന്നത്. സോ അത് ആരാണ് ലോഞ്ച് ചെയ്യുന്നത്? WHO ആണ്. സോ ഇതൊരു ഗ്ലോബൽ നെറ്റ്വർക്ക്, ലബോറട്ടറീസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ്. ഹ്യൂമൻ, ആനിമൽ, എൻവിറോൺമെന്റൽ, കൊറോണ വൈറസിനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ്. ഇതിൽ ഏകദേശം 36 ലബോറട്ടറീസും 21 കൺട്രീസിൽ നിന്നുള്ള അത്രയും ലബോറട്ടറീസും 6 WHO റീജിയൻസും ഉൾപ്പെടും. 3 ഇന്ത്യൻ ലബോറട്ടറീസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന് CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, നാഷണൽ എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിൽ. സോ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ഹെൽത്ത് സർവീസസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇത്രയും ഇന്ത്യയിൽ നിന്നും ഉൾപ്പെടുന്നതാണ്. ഇതൊരു ഗ്ലോബൽ എന്താ പറയുക, ഒരു ലബോറട്ടറി ആണ്, ഗ്ലോബൽ ലബോറട്ടറി ആണ്. എമേർജിംഗ് ആയിട്ടുള്ള കൊറോണ വൈറസ്, സാസ്, കൊറോണ വൈറസ്, അതുപോലെയുള്ള പല പല വൈറസുകളെയൊക്കെ ആക്സസ് ചെയ്യുന്ന രീതിയിൽ. സോ ഇത് വന്നിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത് WHO ആണ്. മെൻസ് ഡബിൾസ് ഫൈനൽ ഓഫ് മിയാമി ഓപ്പണിൽ ഓൾഡസ്റ്റ് പ്ലെയർ, അത് വോൺ ചെയ്യുന്ന ഓൾഡസ്റ്റ് പ്ലെയർ ഇന്ത്യൻ പ്ലെയർ ആണ്, ഇന്ത്യൻ ടെന്നീസ് സ്റ്റാർ ആണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, ഡബിൾസ് ആയിരുന്നല്ലോ, ഡബിൾസ് ആയിരുന്ന വ്യക്തി, അപ്പം ഒരാളും കൂടെ ഉണ്ട്, ഒരു പാർട്ണർ കൂടെ ഉണ്ട്, ഒരു ഓസ്ട്രേലിയൻ പാർട്ണർ ആണ് മാത്യു എബ്ഡൻ. മാത്യു എബ്ഡൻ അതാണ് അദ്ദേഹത്തിന്റെ പാർട്ണർ, ഓസ്ട്രേലിയൻ. GI ടാഗ് മിക്കവാറും എല്ലാ മന്ത്രിയും തന്നെ കുറെ വരാറുണ്ട്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. സാഞ്ചി ക്രാഫ്റ്റ് എന്ന് പറയുന്നത് യു പിയിലെ മധുര, 2 മധുരയുണ്ട്, ഒന്ന് തമിഴ്നാട്ടിലെയും ഒന്ന് UP മധുര. അപ്പൊ UP മധുരയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള സാഞ്ചി ക്രാഫ്റ്റ്, അതും എന്താണ്, ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. ഇതും കൂടെ കൂട്ടി UP ഏകദേശം 15 പ്രൊഡക്ട്സിനോളം ഈ ഒരു GI ടാഗ് ലഭിച്ചു. ഇന്റർനാഷണൽ കൾച്ചറൽ അവാർഡ് എന്നാണ്. ഇന്റർനാഷണൽ കൾച്ചർ അവാർഡ് ലഭിച്ചിരിക്കുന്ന പ്രൊഫസർ മീന ചരണ്ട എന്ന് പറയുന്നത് ഡൽഹിയിലെ കാളിന്തി കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ്. എന്തിനാണ് ഈ അവാർഡ് ലഭിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ അതുപോലെ സോഷ്യൽ സർവീസ് ഫീൽഡുകളിലൊക്കെ അവർ കൊടുത്ത റിമാർക്കബിൾ ആയിട്ടുള്ള അവരുടെ സംഭാവനയ്ക്കുള്ള ഹോണർ ആയിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. 6th ആനുവൽ ഹോക്കി ഇന്ത്യ അവാർഡ്സിലെ മെൻസ് കാറ്റഗറിയിലെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കുന്നത് ഹർദിക് സിംഗ് ആണ്. അതുപോലെ തന്നെ വിമൻസ് കാറ്റഗറിയിൽ ആ പേര് കൂടി ഓർത്തിരിക്കണം, സലീമ ടേറ്റെ. വിമൻസിന്റെ കാറ്റഗറിയിൽ. വിമൻസ്. India's first AI based film, AI means artificial intelligence based film, അതിന്റെ ട്രെയിലർ, സോങ് അതൊക്കെ ലോഞ്ച് ചെയ്തു മഹാരാഷ്ട്രയിലെ മുംബൈയിൽ. സോ ആ ഫിലിമിന്റെ പേര് ഇറ എന്നാണ് ആ ഫിലിമിന്റെ പേരെന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് സാം ഭട്ടാചാര്യാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് ഓർത്തിരിക്കണം, ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ഇൻ ദ വേൾഡ് ടു ടേക്ക് 300 catches in T20 cricket. 300 catches T20 ക്രിക്കറ്റിൽ കിട്ടുന്ന ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ MS ധോണിയാണ്. നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, പേര് ജുഡിത്ത് സുമിന്യുവ. സോ ഷീ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രിയുടെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പ്രസിഡന്റിന്റെ പേര് കൂടി ഓർത്തിരിക്കണം, പ്രസിഡന്റ് ഫെലിക്സ് തിഷേക്കടി. സോ അദ്ദേഹമാണ് PM അപ്പോയിന്റ് ചെയ്തത്. PMന്റെ പേര് ജുഡിത്ത് സുമിന്യുവ, ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. Only Indian weightlifter to qualify for Paris Olympics, മീരാഭായ് ചാനു നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക്സിലെ സിൽവർ മെഡലിസ്റ്റ് ആണ്. സോ പാരീസ് ഒളിമ്പിക്സിലോട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന only ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആണ്
മീരാഭായ് ചാനു. 56th ആയിട്ട് നടന്ന നാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പ് വിന്നർ മഹാരാഷ്ട്രയാണ്. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 56th നാഷണൽ ഖോ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിരിക്കുന്നത് അല്ലെങ്കിൽ വിന്നേഴ്സ് ആയിരിക്കുന്നത് മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയും നേപ്പാളും, ഇന്ത്യൻ ഗവൺമെന്റും നേപ്പാൾ ഗവൺമെന്റും അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംസ്കൃത് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു, രണ്ട് കൺട്രീസിന്റെ സ്കോളേഴ്സിന്റെ സഹായത്തോടു കൂടി. അതിനുവേണ്ടി ഒരു 5 point പ്രപ്പോസലും അഡോപ്റ്റ് ചെയ്തു. നേപ്പാൾ ഇന്ത്യ ഇന്റർനാഷണൽ സംസ്കൃത് കോൺക്ലേവിൽ വെച്ച് നടന്നത് കാഠ്മണ്ഡുവിൽ വെച്ചാണ്. സോ ഏത് രാജ്യവുമായിട്ടാണ് 5 point പ്രപ്പോസൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നേപ്പാളുമായിട്ടാണ്. നെക്സ്റ്റ് ഒരു നമ്മുടെ ഒരു ജിയോ ടാഗ് ആണ്, അതിന്റെ പേര് ബിഹു ഡോൾ. അത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, കാരണം ബിഹു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, ആസാമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. സോ ബിഹു ഡോളിനും ഒരു GI ടാഗ് ലഭിച്ചു, ആസാമിന്റെ. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യയുടെ തന്നെ ടോപ്പ് കാർഗോ ഹാൻഡ്ലിംഗ് മേജർ പോർട്ടായിട്ട് 2023-24 തിരഞ്ഞെടുത്തിരിക്കുന്ന പാരദീപ് പോർട്ടാണ്. ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന ദീനദയാൽ പോർട്ട് അതോറിറ്റി ഡിസ്പ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പാരദീപ് പോർട്ടാണ്. വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് നോം കൊണ്ടുവന്നിരിക്കുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നോമാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് റൂൾ. സോ എന്താണ് ഇതിൽ പറയുന്നത്, സെയിം ഫാസ്ടാഗ് മൾട്ടിപ്പിൾ വെഹിക്കിൾസിന് അല്ലെങ്കിൽ ലിങ്കിങ് മൾട്ടിപ്പിൾ ഫാസ്ടാഗ്സ് യൂസ് ചെയ്യുന്ന ആ യൂസേജിന് പ്രിവെന്റ് ചെയ്യുക എന്ന എയിം ചെയ്ത് വന്നിരിക്കുന്ന ഒരു റൂളാണ് വൺ വെഹിക്കിൾ വൺ ഫാസ്ടാഗ് റൂൾ. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് കൊണ്ടുവന്നത്. അസോകാമിന്റെ പുതിയ പ്രസിഡന്റ് ആണ് സഞ്ജയ് നായർ. അസോകാം എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് അസോസിയേഷൻ ആണ്, ബേസ്ഡ് ഇൻ ന്യൂഡൽഹി ആണ്. ഇന്ത്യയിലെ തന്നെ വളരെ ലാർജസ്റ്റ് ആയ അസോസിയേഷൻസിലെ ഒന്നാണ് അസ്കോം. 1920 ഫോം ചെയ്തതാണ്. ഏകദേശം 200-ൽ പരം ചേംബേഴ്സ് ഉണ്ട്. സോ അതിന്റെ പുതിയ പ്രസിഡന്റ് ആണ് സഞ്ജയ് നായർ. നെക്സ്റ്റ് നമ്മളൊരു GI ടാഗ് ആണ്, മദാബരി പേര പ്രസാദ് ആണ് റിഗിനൈ പച്ചൈ ടെക്സ്റ്റൈൽസ്. സോ ഇതിനും GI ടാഗ് ലഭിച്ചു. അത് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ത്രിപുര. ത്രിപുരയുടെ ഒരു ട്രഡീഷണൽ പ്രൊഡക്ട്സ് ആണ്. അതിന്റെ പേരാണ് മദാബാരി പേര പ്രസാദ് ആൻഡ് റിഗനൈ പച്ചാര ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മച്ചാരി പേര പ്രസാദ് കേൾക്കുമ്പോൾ തന്നെ അതൊരു സ്വീറ്റ് പ്രസാദമാണ്. ത്രിപുരേശ്വരി ക്ഷേത്രം, ത്രിപുരയിലെ ത്രിപുരേശ്വരി ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു പ്രസാദമാണ്. മിൽക്കിന്നും ഷുഗറിന്നും ഒക്കെ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ അത് വളരെ വേറിട്ട് നിൽക്കുന്നു. സോ അതാണ് മദാബരി പേര പ്രസാദ് എന്ന് പറയുന്നത്. റിഗിനെ പച്ചറ എന്ന് പറയുന്നത് ഹാൻഡ് വുവൺ ആയിട്ടുള്ള ഗാർമെന്റ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസൻസ് കെയർഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഹാൻഡ് വുവൺ ഗാർമെന്റ് ആണ് റിഗിനെ പച്ചറ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ത്രിപുരയായിട്ട് ബന്ധപ്പെട്ടതാണ്. GI ടാഗ് ലഭിച്ചു. തേർഡ് കൺട്രി ഇൻ യൂറോപ്പ് ടു ഇനാക്ട് ലോ ഓൺ റിക്രിയേഷണൽ കാനബിസ് യൂസ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അപ്പൊ ഈ ഒരു നിയമം അനുസരിച്ച് 18 years ഏജ്ഡ് അബൌട്ടുള്ള അഡൽട്സ് ആൻഡ് എബവ് വിൽ ബി, അവർക്ക് മാത്രമേ 25 grams ഓഫ് കനാബീസ് പബ്ലിക് പ്ലേസിൽ പ്രൊസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തേർഡ് കൺട്രി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം, ഫസ്റ്റ് ഡൊമസ്റ്റിക് കമ്പനി ടു ബി സർട്ടിഫൈഡ് ബൈ ASI പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, അതായത് അലൂമിനിയം സ്റ്റുവാർഡ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് സ്റ്റാൻഡേർഡ് ആണ്. സോ അത് ഫസ്റ്റ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഭാരത് അലുമിനിയം കമ്പനി ലിമിറ്റഡ്, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ നമ്മൾ ബാൽക്കോ എന്ന് പറയും. സോ ഈ ഒരു കമ്പനിക്കാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ജീൻ തെറാപ്പി CAR-T സെൽ, അതായത് ബ്ലഡ് ക്യാൻസറിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള CAR-T സെൽ ജീൻ തെറാപ്പി ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ജീൻ തെറാപ്പി ആണ്. അത് എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ IIT ബോംബെയിലാണ്. അത് ദ്രൗപദി മുർമു ആണ് അത് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. അപ്പോൾ ആ പോയിന്റ് ഓർത്തിരിക്കുക. സ്കോഴ്സ് 2.0 അൺവെയിൽ ചെയ്തിരിക്കുന്ന സെബി നമുക്കറിയാം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അവരുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ്, ഗ്രീവിയൻസസ് റിട്രീസൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ് സ്കോഴ്സ് 2.0 എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ കംപ്ലൈൻസ് ഒക്കെ റെസൊല്യൂട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ്. അത് ആര് അൺവെയിൽ ചെയ്തു എന്ന് ചോദിക്കാം. ആരുടെ ആണെന്ന് ചോദിച്ചാൽ സെബിയുടെയാണ്. സെബിയുടെ ഒരു എന്താ പറയുക, ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ, അവരുടെ ഗ്രീവിയസ് റിട്രീസൽ സിസ്റ്റത്തിന്റെ ഒരു വേർഷൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ പോപ്പുലർ ആക്ടറായ ആയുഷ്മാൻ ഖുറാനെ അവരുടെ യൂത്ത് ഐക്കൺ ആയിട്ട് എന്ത് ചെയ്തു, നെയിം ചെയ്തു. എന്ന് വെച്ചാൽ കൂടുതലും യൂത്തിനെ എന്ത് ചെയ്യാം, എൻകറേജ് ചെയ്യുക എന്നുള്ള ലോക്സഭ ഇലക്ഷനിൽ, അപ്കമിങ് ലോക്സഭ ഇലക്ഷൻസിലൊക്കെ അവരുടെ കൂടുതൽ യൂത്തിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ്മാൻ ഖുറാനെ യൂത്ത് ഐക്കൺ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത്.
ഇന്ത്യയുടെ ആദ്യ AI ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇതിന്റെ പേരാണ് ദേവിക. വേൾഡ്സ് ഫസ്റ്റ് AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിൻ എന്നാണ്. ദേവിൻ ആണ്. ഇത് ഇന്ത്യയുടെ അത് USA ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയുടെ അവർ തന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്ന AI സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ പേരാണ് ദേവിക എന്ന് പറയുന്നത്. ദേവിക. വേൾഡ്സ് ഓൾഡസ്റ്റ് പേഴ്സൺ ആയിരുന്നത്, അദ്ദേഹം 114 വയസ്സിൽ മരിച്ചു. വേൾഡ്സ് ഓൾഡസ്റ്റ് പേഴ്സൺ, അദ്ദേഹത്തിന്റെ പേര് ജുവാൻ വിസന്റ് പെരേസ്. സോ അദ്ദേഹം 114 വയസ്സിൽ മരിച്ചു. ഫോർബ്സ് 38th ലിസ്റ്റ് ഓഫ് വേൾഡ് ബില്യണേഴ്സിൽ ഓൺലി ഇന്ത്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മുകേഷ് അംബാനിയാണ്. ഏറ്റവും ടോപ്പിലുള്ളത് ബെർണാഡ് അർണോൾഡ് ആണ്. ഫ്രഞ്ച് ലക്ഷറി ജെൻ LVMHന്റെ ഓണേഴ്സ് ആയ ബെർണാഡ് അർണോൾഡ് ആണ് ടോപ്പിൽ നിൽക്കുന്നത്. 37th റാങ്കിൽ നിഖിൽ കമ്മത്ത്, യങ്ങസ്റ്റ് ഇന്ത്യൻ ബില്യണർ ആണ്. ഫോർബ്സ് ലിസ്റ്റിലുള്ള യങ്ങസ്റ്റ് ഇന്ത്യൻ ബില്യണർ ആണ്. സോ ഫസ്റ്റ് പൊസിഷൻ ബെർണാഡ് അർണോൾഡ്. പിന്നെ എലോൺ മസ്ക്, ജെഫ് ബെസോസ്, പിന്നെ മാർക്ക് സുക്കൻബർഗ്. അതുപോലെ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുകേഷ് അംബാനി, പിന്നീട് ഗൗതം അദാനി, ശിവനാടർ, അങ്ങനെയാണ് പോകുന്നത്. സോ ടോപ്പ് 10ലുള്ള ഏക ഇന്ത്യൻ എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണ്. SCO അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറീസിന്റെ ആനുവൽ മീറ്റിംഗ് 19th ആനുവൽ മീറ്റിംഗ് നടന്നത് കസാക്കിസ്ഥാനിലാണ്. കസാക്കിസ്ഥാനിലെ അസ്താന എന്ന് പറഞ്ഞ സ്ഥലത്ത്, അസ്താനയിൽ വെച്ചാണ് നടന്നത്. എന്താണ് SCO എന്ന് പറയുന്നത്? 2001 ഷാങ്ഹായ് 5 ഓർഗനൈസേഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നൊരു സ്ഥാപനമാണ്. ചൈന, കസാക്കിസ്ഥാൻ, റഷ്യ, തജാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഒക്കെയാണ് ഇതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 9 പെർമനന്റ് മെമ്പേഴ്സ് ആണ് ഇതിനുള്ളത്. നെക്സ്റ്റ് G2G എഗ്രിമെന്റ്. G2G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് എഗ്രിമെന്റ് ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള എഗ്രിമെന്റ് ആണ്. അതായത് 67 ഇന്ത്യൻ വർക്കേഴ്സ് അടങ്ങുന്ന ആദ്യത്തെ ബാച്ച്, ഹരിയാനയിൽ നിന്നും UPയിൽ നിന്നുമുള്ള ആദ്യത്തെ ബാച്ച് ഇസ്രായേലിൽ ലെഫ്റ്റ് ചെയ്തു. കാരണം 2023 ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെമ്പററി എംപ്ലോയ്മെന്റ് ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ 2 സെക്ടേഴ്സ്, അവരുടെ കൺസ്ട്രക്ഷൻ അതുപോലെ ഹോം ബേസ്ഡ് റിക്വയർമെന്റ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ബാച്ച് പോയിരിക്കുകയാണ് ഇസ്രായേലിലോട്ട്. സോ G2G എഗ്രിമെന്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. AI ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഹെൽത്ത് പ്രൊമോട്ടർ ആണ്. WHO പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊമോട്ടർ ആണ്. അതിന്റെ പേരാണ് സാറ, SARAH. WHO ആണ് ചെയ്തിരിക്കുന്നത്. നാഷണൽ മാരിടൈം ഡേ 2024 ഏപ്രിൽ 5 എല്ലാ വർഷവും ഈ ഒരു ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു മാരിടൈം ഹിസ്റ്ററി റിമെമ്പർ ചെയ്യുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നാവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ സേഫ്റ്റി ഫസ്റ്റ് എന്നതാണ് ഈ ഒരു ഇയറിലെ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ്, വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലേസർ, അതിന്റെ പേര് ELINP എന്നാണ്. ELINP ഫുൾ ഫോം എന്ന് പറയുന്നത് എക്സ്ട്രീം ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ന്യൂക്ലിയർ ഫിസിക്സ്. മോസ്റ്റ് പവർഫുൾ ലേസർ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രാജ്യം റൊമാനിയ. നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സ്ലോവാക്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായിരിക്കുന്ന പോപ്പുലിസ്റ്റ് കാൻഡിഡേറ്റ് ആയ പീറ്റർ പെല്ലഗറിനി ആണ് സ്ലോവാക്യയുടെ പ്രസിഡന്റ് ഇലക്ഷൻ ജയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആണ്. ഹെൽത്ത് അവയർനെസ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി WHO ഈ വർഷത്തെ ഒരു തീമായിട്ട് എടുത്തിരിക്കുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് ഈ വർഷത്തെ തീം. ഏപ്രിൽ 7 അപ്പോൾ എന്ത് ഡേ ആണ്? വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് എക്കണോമിക് ഫോറം അവരുടെ 20th എഡിഷൻ ഓഫ് യങ് ഗ്ലോബൽ ലീഡേഴ്സ് കമ്മ്യൂണിറ്റി ഇന്ത്യ അനൗൺസ് ചെയ്തു 2024. ഇന്ത്യൻ ആക്ട്രസ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭൂമി പെട്നേക്കർ ആണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ആക്ട്രസ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബി അപ്പോയിന്റഡ് ആസ് എ ജൂറി മെമ്പർ ഇൻ ദ പാരീസ് ഒളിമ്പിക്സ് കമ്മിറ്റി. ഇമ്പോർട്ടന്റ് ആണ്. പേര് ബിൽക്കിസ് മീർ. ജമ്മു കാശ്മീർ ആണ് സ്ഥലം.
സോ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് 33rd സമ്മർ ഒളിമ്പിക്സ് ഫ്രാൻസിലെ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിലെ ജൂറി മെമ്പർ ആണ്. ഫസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ ടു ബിക്കം എ ജൂറി. Oldest person in the world to achieve number 1 position in ATP ranking history. ATP rank history യില് ടോപ്പ് പൊസിഷൻ കിട്ടുന്ന ഓൾഡസ്റ്റ് പേഴ്സൺ നൊവാക് ജോക്കോവിച്ച്. 24 ടൈം ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആണ്. അദ്ദേഹം സെർബിയൻ പ്ലെയർ ആണ്. സെർബിയ. ഒരു കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് ആണ്. അതിന്റെ പേരാണ് സാഗർ കവച് എന്ന് പറയുന്നത്. മാരിടൈം സെക്യൂരിറ്റി ഏജൻസി, ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി നടത്തുന്നതാണ്. എവിടെ വെച്ചാണ് നടത്തുന്നത് ചോദിച്ചാൽ ലക്ഷദ്വീപ്. നെക്സ്റ്റും ഒരു GI ടാഗ് ആണ്. സിത്താർ ആൻഡ് തമ്പുരു മെയ്ഡ് ഇൻ മിറാജ് മഹാരാഷ്ട്ര. അവിടെ ഉണ്ടാക്കിയതാണ്. അവിടെ ഉണ്ടാക്കിയ ഇതിന് രണ്ടിനും GI ടാഗ് ലഭിച്ചു. സ്മോൾ ടൗൺ ആണ് മഹാരാഷ്ട്ര മിറാജ് എന്ന് പറയുന്നത്. സോ അതിലെന്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. നെക്സ്റ്റ് ഒരു ബുക്കിന്റെ പേരാണ് ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്ക് റിലീസ് ചെയ്തിരിക്കുന്നത് റിനൗഡ് ഓതറായ സാം പിത്രോയുടെ അദ്ദേഹത്തിന്റെ പുതിയ ബുക്കാണ് ദ ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. ബൂത്ത് രാബ്ത വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? പഞ്ചാബ് ആണ്. അതൊരു ഇലക്ഷൻ റിലേറ്റഡ് ഇൻഫോർമേഷൻ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് ഏത് സംസ്ഥാനമാണ് കൊണ്ടുവന്നത്? പഞ്ചാബ് ആണ് കൊണ്ടുവന്നത്. ഇന്റർനാഷണൽ ഇവന്റ് അംബാസിഡർ ഫോർ ദ TCS വേൾഡ് 10K മാരത്തോൺ റേസ് എന്ന് പറഞ്ഞ ഷോർട്ട് പുട്ടർ ആണ്. 2 ടൈം ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്. വലേറെ ആദംസ് ആണ് ഇന്റർനാഷണൽ ഇവന്റ് അംബാസിഡർ ആണ്. 39-year-old ന്യൂസിലാൻഡ് പ്ലെയർ. സജീബു ചെറോബോ ന്യൂ ഇയർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് മണിപ്പൂർ. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെയിൻ ഡ്രോ മാച്ച് ഇൻ ദ മോണ്ടെ കാർലോ മാസ്റ്റേഴ്സിലെ സുമിത് നഗാൽ. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആണ്. ടെന്നീസ് പ്ലെയർ ആണ് അദ്ദേഹം. ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെയിൻ ഡ്രോ മാച്ച് അറ്റ് ദ മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ്. പേരെന്താണ്? സുമിത് നഗാൽ. വേൾഡ്സ് ഓൾഡസ്റ്റ് ലിവിംഗ് മാൻ എന്ന ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്ന ജോൺ ആൽഫ്രഡ് ഒരു 111-year-old ബ്രിട്ടീഷ് ഇംഗ്ലീഷ്മാൻ ആണ്. അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ഓഫ് വേൾഡ്സ് ഓൾഡസ്റ്റ് ലിവിംഗ് മാൻ ബൈ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ജുവാൻ വിസൻ പെറസ് 114-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു ലാസ്റ്റ് മന്തിൽ. സോ അതിനുശേഷം വന്നിരിക്കുന്ന വ്യക്തി. GIA അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മ്യാൻമറിന്റെ സിത്തവേ പോർട്ടിന്റെ ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് അവരുടെ സെക്കൻഡ് ഫോറിൻ പോർട്ടായിട്ട് അക്യൂർ ചെയ്തിരിക്കുന്നത്. സോ മ്യാൻമറിന്റെ പോർട്ടാണത്. സിത്വേ പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മ്യാൻമറിലെ കലാദൻ റിവറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോർട്ടാണ് സിത്വേ പോർട്ട്. സോ അത് സെക്കൻഡ് ഇന്റർനാഷണൽ പോർട്ടാണ് ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന്റെ കീഴിൽ വരുന്നത്. ആദ്യത്തേത് ഇറാനിന്റെ ചബഹാർ പോർട്ട്, അത് രണ്ടാമത് വരുന്നതാണ്. സെക്കൻഡ് ആണ് മ്യാൻമറിന്റെ ഈ പോർട്ട് എന്ന് പറയുന്നത്. IPLന്റെ ചരിത്രത്തിലെ മോസ്റ്റ് സെഞ്ചുറീസ് നേടിയ പ്ലെയർ വിരാട് കോഹ്ലി. സോ ഇത്രയാണ് April 1 to 10 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് അടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.